ഇത് എന്താണെന്നറിയാമോ? ഇതേ കുടമുല്ലയാണ്. ഇതുണ്ടോ, മുട്ടൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ടോ, നിറച്ച് പൂത്തിട്ടുണ്ട്. ഞാനിത് ഒരു 75 രൂപ കൊടുത്ത് ഒരു ഫ്ലവർ ഷോയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ ഒന്ന് വാങ്ങിയതാണ്. വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യം ഞാൻ അത് ചെടിച്ചട്ടിയിലാണ് വെച്ചിരുന്നത്. ചെടിച്ചട്ടി വെച്ചപ്പോൾ കുറേയൊക്കെ പൂത്തു. എന്നാലും അതിന് ഞാനൊരു ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ ഇളക്കിയിട്ട് ഞാനൊന്ന് തറയിലോട്ട് നട്ടിട്ടുണ്ട്, മണ്ണിലോട്ട്. ഇതാണ്ടോ, ഇപ്പോൾ അത് എല്ലാം നിറച്ചിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. നിറച്ച് മുട്ടും പൂവും ഒക്കെ കിട്ടുന്നുണ്ട്. നിറച്ച് മുട്ടും ഇട്ട് നിൽപ്പുണ്ട്. എന്നും എപ്പോഴും ഈ മുല്ല കായ്ക്കും. ഇത് സീസൺ സമയമല്ല, എപ്പോഴും ഈ കുറ്റുമുല്ല ഇങ്ങനെ നിറച്ച് കാച്ച് കിട്ടും കേട്ടോ. നമുക്ക് മണ്ണിൽ നട്ടത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്രയും വളരെ വലുതായിട്ട് ഇത് കിളിർത്ത് കയറിയിട്ടുണ്ട്. ഈ കിളിർത്ത് കയറി നീളത്തിനിങ്ങനെ അതിൻ്റെ ശിഖരങ്ങൾ വരുമ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണിത് ഇങ്ങനെ പടരാനായിട്ട് ഞാനൊന്ന് സമ്മതിക്കത്തില്ല. അതിനു മുമ്പ് ഞാനൊന്ന് അതിൻ്റെ ശിഖരങ്ങളൊന്ന് കട്ട് ചെയ്യുകയും അപ്പോൾ ഇങ്ങനെ തറയിൽ തന്നെ പടർന്ന് കിടപ്പുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് മുട്ടും കിട്ടും. അപ്പോൾ കുറ്റുമുല്ലയോ കുടമുല്ലയോ വാങ്ങുമ്പോൾ നിങ്ങൾ ചെടിച്ചട്ടിയിൽ വയ്ക്കുന്നതിനെക്കാട്ടും ഒരല്പ സ്ഥലം ഉണ്ടെങ്കിൽ ആ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മുട്ടും കിട്ടും. അത് നല്ലവണ്ണം വളർന്ന് പന്തലിച്ച് വരികയും ചെയ്യും. ഇന്നിപ്പോൾ മുട്ട് കുറവാണ്. 2-3 ദിവസത്തിന് മുമ്പ് നിറച്ച് മുട്ടുണ്ടായിരുന്നു. നല്ല ഒരു മുഴം നീളത്തിന് ഇതിൻ്റെ മുട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ അത് ചെടി നടുമ്പോൾ, അതായത് കുറ്റിമുല്ലയോ കുടമുല്ലയോ നടുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് തറയിലൊന്ന് നട്ട് നോക്കണേ. ഇഷ്ടം പോലെ നമുക്ക് അതിൻ്റെ മുട്ടും പൂവും ഒക്കെ കിട്ടും. ഓക്കെ, ബൈ.